ചൊല്ലിയിട്ട് സുബ്ഹാനല്ലാഹ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇടത് കാലെടുത്ത് ഇറങ്ങണം. ഇടത് കാലെടുത്താണ് ഇറങ്ങേണ്ടത്. അത് ഹജ്ജിന് പോകുകയാണെങ്കിലും ഉംറക്ക് പോകുകയാണെങ്കിലും കുടുംബബന്ധം ചേർക്കാൻ പോകുകയാണെങ്കിലും അതേ റൗളത്തുൽ ഖുർആൻ ക്ലാസ് കേൾക്കാൻ പോവുകയാണെങ്കിലും മജ്ലിസുൽ ഇൽമിലേക്ക്, അതുപോലെ മജ്ലിസുൻ നൂർ, മഹ്ലത്തുൽ ബദരിയ പോലത്തെ നല്ല പരിപാടികൾക്ക് പോവുകയാണെങ്കിലും ഇടത് കാലെടുത്തല്ലാതെ നിങ്ങൾ പോകരുതേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇറങ്ങുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്റും ചൊല്ലി ഇറങ്ങണം. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി പറയുകയാണ്, ഈ ദിക്ർ ആരെങ്കിലും ചൊല്ലിയാൽ പ്രത്യേക മലക്കുകളുടെ സംരക്ഷണം അവനിൽ ഏർപ്പെടുത്തുമെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. ബിസ്മില്ലാഹി, അല്ലാഹുവിന്റെ നാമത്താൽ, തവക്കൽതു ഞാൻ ബലമേൽപ്പിച്ചു, അലല്ലാഹ് അല്ലാഹുവിന്റെ മേൽ, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അല്ലാഹുവിനെ കൊണ്ടല്ലാതെ എനിക്കൊരു കഴിവും ശക്തിയും ഇല്ല. ഇത് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടത്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. നാം പോകുന്ന വഴിയിൽ അങ്ങാടി ടച്ച് ചെയ്യുന്ന സമയത്ത്, അങ്ങാടിയിൽ എത്തുന്നതിന് മുൻപായി ഈ ദിക്ർ ചൊല്ലണം. മുഅ്മിനീങ്ങളെ, 30 ലക്ഷത്തോളം പവിത്രതയും ബഹുമാനവും ശ്രേഷ്ഠതയും ഒതുങ്ങി നിൽക്കുന്ന ഒരു ദിക്റാണ്. അതുകൊണ്ട് ഈ ദിക്ർ ചൊല്ലാൻ ആരും മറക്കരുത് എന്ന് ഈ സമയത്ത് നിങ്ങളോട് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ക്ലാസിന്റെ എല്ലാ ബർക്കത്തും നമുക്കും നമ്മുടെ കുടുംബത്തിനും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല ഇതുവരെ കേട്ടതും പറഞ്ഞതും അല്ലാഹുവിന്റെ അടുക്കൽ വലിയ മഹത്വമായി അല്ലാഹു സ്വീകരിക്കുന്ന വലിയ ഇബാദത്തിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്, ദുആ ചെയ്യുകയാണ്. റഹ്മാൻ റഹീമായ അല്ലാഹ് സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങളെ എല്ലാ കർമ്മങ്ങളും സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങളെ യഥാർത്ഥ മുത്തഖീങ്ങളിലും മുഖ്ലിസീങ്ങളിലും ഖുർആൻ പഠിതാക്കളായി ഞങ്ങളെ നീ വളർത്തണം റഹ്മാനെ. ഖുർആനുമായി ഖിയാമത്ത് നാൾ വരെ ബന്ധപ്പെടാനുള്ള അവസരം ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. ഞങ്ങളെയും ഞങ്ങളുടെ ബന്ധപ്പെട്ടവരെയും നീ കാക്കണം റഹ്മാനെ. എല്ലാവിധ മാരകമായ രോഗങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് കൊറോണ വൈറസുകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും കാക്കണം അല്ലാഹ്. ഞങ്ങളുടെ സാഹചര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണം റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ